ഹായ് ഹലോ. നമുക്കിന്നൊരു അടിപൊളി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ചൂട് ചോറിനും കഞ്ഞിക്കും നല്ല പൊതിച്ചോറിൻ്റെ ഒപ്പമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണിത്. നമ്മുടെ വായിൽ വെള്ളമൂർന്ന ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചാൽ ഒരു വർഷം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമേ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചെള്ളിപ്പൊടി എന്നാണ് കേട്ടോ പറയാറ്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് എടുക്കാനുണ്ട്. ഇതിൻ്റെ വാലും തലയും കാലും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. ഇതുപോലെ എല്ലാം നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണേ. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവന്മാരെയെല്ലാം നല്ല പോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. ഇതിന് നിറച്ചും പൊടിയും കല്ലും മണ്ണും എല്ലാം ഉണ്ടാവുക. കൈവച്ച് നല്ല പോലെ ഒന്ന് തിരുമിയതിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കാനായിട്ട്. 3-4 വട്ടം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടണേ. ഇനി ഒരു പാനിലേക്ക് ചൂടായതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എണ്ണയൊട്ടും ഒഴിക്കരുത് കേട്ടോ. ഇത് വറുത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് എല്ലാ കഷ്ണങ്ങളും ഒപ്പം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിനി ഇത് വെള്ളം ചേർക്കാതെ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ ചെമ്മീനെല്ലാം വറുപെട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ പരുവം അറിയുന്നത് നമ്മൾ കൈ വെച്ച് ഒന്ന് പൊട്ടിക്കുകയാണെന്ന് വെച്ചാൽ നല്ല പൊള്ളലുണ്ട് കേട്ടോ. ഇതുപോലൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആ പാനിലോട്ട് തന്നെ ഞാൻ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചമ്മന്തിപ്പൊടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് കാന്താരി മുളക് തന്നെയാണ് കേട്ടോ. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ മിക്സിയിൽ കറക്കി വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 2 കൈപ്പിടി അളവിൽ ചെറിയുള്ളിയും 2 കൈപ്പിടി അളവിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം നമ്മൾ നാളികേരവും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കറിയിലൊക്കെ കറിവേപ്പില ഇട്ടെന്ന് വെച്ചാൽ എന്താണെങ്കിലും കുട്ടികൾ അതിനെ എടുത്ത് കളയും. ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ കുട്ടികൾ എടുത്ത് കളയുമില്ല, അവർ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഗ്യാസ് വളരെ കുറച്ച് വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇല്ലയെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള കുറേ 4 മണി പലഹാരങ്ങളുടെയും കുറേ കറികളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ഒന്ന് കാണണേ. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഒട്ടും ചേർക്കരുത് കേട്ടോ. നമ്മൾ ഇതുപോലെയൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ കേടുകൂടാതെ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതുവരെ ചമ്മന്തിപ്പൊടി ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിന് അപാര ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് കഞ്ഞിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണിത്. നമുക്കിതിലേക്ക് വാളംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും എരിവും പുളിയും ഒരല്പം കൂടുതലായിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ ഈ നാളികേരത്തിലെല്ലാം പിടിച്ചു വരുന്ന സമയത്ത് അത് പോരാതെയാവും. അതുകൊണ്ടാണ് അതല്പം കൂട്ടിയിടണം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നമ്മൾ ചേർത്തിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ വേണമെങ്കിലും വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതുപോലെ നല്ല പൊൻനിറമാകുന്നത് വരെ നമ്മൾ വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും മുളകും എല്ലാം ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. നല്ല കല്ലാന്ന് സൗണ്ടില്ലേ കേൾക്കാനായിട്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് മിക്സിക്കകത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് നമ്മൾ എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലാക്കി വെക്കാൻ പറ്റും. നല്ല പോലെ ചൂട് വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ പാത്രത്തിലാക്കി വെക്കേണ്ടത്. അല്ലാന്ന് വെച്ചാൽ ചെറിയൊരു ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് ചീത്തയായി പോകും. ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ കേടുകൂടാതെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ 500 ഗ്രാം ഉണക്ക ചെമ്മീന് 2 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ നാളികേരം കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാനായിട്ട് നമുക്ക് മറ്റു കറികളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ.